നമുക്ക് ഒരുപാട് പേര് ഇവിടെ ചെടികൾ വാങ്ങിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് കർഷകരാണ്. അപ്പോൾ കർഷകരെന്ന് പറയുമ്പം ഞാനും അത് തന്നെ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് കർഷകരെന്ന് പറയുമ്പോൾ പ്രത്യേകതയുണ്ടല്ലോ. അപ്പം എന്നെ പോലൊന്നും അല്ല കേട്ടോ, വലിയ കർഷകരാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാതെ പറഞ്ഞു വരുവാണെങ്കിൽ ചെങ്ങന്നൂര് മാന്നാട് സ്ഥലത്താണ്. അപ്പം എണ്ണക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്, പുതുമൂടി പഞ്ചായത്തിൻ്റെ കീഴിലാണ്. പരുമ്പല പള്ളിക്കടുത്തായിട്ട് വരും. പിന്നെ ഞങ്ങളൊരു കർഷകരാണ്. ഫിഷറീസിൻ്റെ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പുള്ളിക്കാരനാണ്. അപ്പം ഫിഷ് വളർത്തുന്നുണ്ട്. പല ഇനം മത്സ്യങ്ങളെ ഞങ്ങൾ ഫ്രഷായിട്ട് കൊടുക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെടികൾ ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ പച്ചക്കറികളും പിന്നെ പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴേ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നതേ, അപ്പം ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ആദ്യമേ പരിചയപ്പെടുത്തിയത് ഞങ്ങൾ കർഷകരാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. എല്ലാ തരത്തിലുള്ള മീനാണ് ഉള്ളത് അവിടെ? മീന് വരാല, കരിമീന്, ഗിഫ്റ്റ് സിലോപ്പിയ, പിന്നെ വാള, രോഹു. അപ്പൊ നമ്മള് ഞങ്ങള് 2 പൂവുണ്ടായിരുന്നു, ഒരു 4.5 ഏക്കറോളം. പിന്നെ ഇപ്പൊ ഞങ്ങള് ലൈവ് ഇപ്പം തുടങ്ങി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരക്കി ഒരുപാട് പേര് എന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട്. ഞാനൊരു മീനിന്റെ വീഡിയോ ചെയ്തായിരുന്നു. ഏറ്റവും ചെറിയൊരു പോണ്ടുണ്ട്. അപ്പൊ അതിനകത്ത് കരട്ടി മഴ പെയ്തപ്പോൾ ചാടി വരുന്ന ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറേ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരുപാട് പേര് അതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീനിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് ഇവിടെ തിരക്കി വരുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും മാവേലിക്കൽ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്നതാണ്, ഇല്ലയോ? കരട്ടിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ അവിടെ? കരട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? പൊടി. അപ്പൊ നമ്മളാ പറഞ്ഞ മീനിന്റെ പേര് ചില സ്ഥലങ്ങളിൽ കൈതക്കോര എന്ന് പറയും, അവിടെ കല്ലേമുട്ടി എന്ന് പറയും. പിന്നെ കരട്ടി എന്ന് പറയും. ഞങ്ങൾ മാവേലിക്കരയൊക്കെ കരട്ടി എന്ന് പറയും കേട്ടോ. ആ, എന്റെ വീട് മാവേലിക്കര കരിപ്പുഴയാണ്. ഞങ്ങളെ അറിയത്തില്ലേ എണ്ണക്കാട്? അപ്പൊ എന്റെ വീട് കരിപ്പുഴ, മാവേലിക്കര കരിപ്പുഴയാണ്. ഇപ്പൊ ഇത് എണ്ണക്കാട് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പം താമസിക്കുന്നത് കരുനാഗപ്പള്ളിയാണ്. അപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ലൊക്കേഷൻ പറയുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കരുനാഗപ്പള്ളി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് കഴിഞ്ഞ് കാരൂക്കടവിന് വരുന്ന ആ ഒരു റൂട്ടാണ്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഭരണിക്കാവിന് പോകുന്ന റൂട്ട്. അപ്പൊ ആ കാരൂക്കടവ് വഴി പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ചാടിമുക്കിൽ ഇറങ്ങിയാൽ നമ്മുടെ വീട്ടിലെത്താം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്, കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ മിക്കവാറും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എവിടെയാണെന്ന്. പക്ഷേ കാണാത്ത ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പിന്നെ ഇനി അവിടുത്തെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? അല്ല, ഇതൊക്കെയാണ് നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, എല്ലാ ടൈപ്പ്. ഇപ്പൊ നമ്മുടെ റംബൂട്ടാനൊക്കെ വിറ്റു. പിന്നെ ഓമയ്ക്ക, ഇതുപോലെ റെഡ് ലേഡി, പിന്നെ നമ്മുടെ പേരയ്ക്ക, ഏത്തവാഴ. പിന്നെ 2-2.5 മാസമായിട്ട് നമ്മൾ പയർ കണ്ടിന്യൂ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മരമറയ്ക്കകത്തായിരുന്നു. അപ്പൊ നമുക്കത് മഴ വന്നിട്ട് പോലും ഒന്നും പോകാതെ. ആദ്യം വന്നപ്പോ വേറൊരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഇവിടെ പറയാമെന്നറിയത്തില്ല. പ്രളയ സമയത്ത് പിന്നെ കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. ഞങ്ങള് അങ്ങ് ഒത്തിരി താന്നു പോയായിരുന്നു. കാര്യം ഞങ്ങൾ ഇതെല്ലാം നിർത്തി. അത് 2018 പ്രളയത്തിന് ഞങ്ങൾ ഒരു ബൾക്കായിട്ട് ഞങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, കുറേ ഏരിയയാണ് നാച്ചുറൽ പോണ്ട് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കുറേ മീനെ വളർത്തി. പല ഫാമിൽ നിന്ന് ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വളർത്തിയായിരുന്നു. അപ്പോൾ അത് പിടിക്കാൻ പാകമായി നിന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് പാകമായിക്കോട്ടെ എന്ന് നിർത്തിയിരുന്ന. അപ്പോഴാണ് ഈ പ്രളയം കയറുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും ഒറ്റയടിക്ക് വന്നിട്ട് നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ വീട്ടിൽ കൂടെ കയറി അങ്ങ് പോയി. അപ്പോൾ പിന്നെ നമ്മുടെ ദേശം മൊത്തം മീൻ, നമ്മുടെ മീനാ. എല്ലാവരും ഞങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ മീൻ ഞങ്ങളെടുക്ക് വന്നു ഞങ്ങൾ പിടിക്കുന്നു. പിന്നെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ റോഡ് സൈഡിലാണ്. അപ്പം വല ഉടക്കോലായിട്ട് പിടിച്ചിട്ട് ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഓട്ടത് താമസിച്ചില്ലേ, അവരൊക്കെ കുറേ നാളത്തേക്ക് മീനിൻ്റെ ഭക്ഷണമാക്കി ആയിരുന്നു. പിന്നെയും നമുക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി കടമൊക്കെ വന്നപ്പോഴേ, ഞങ്ങൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി വസ്തുക്കൾ വിറ്റിട്ട് ആ കടമൊക്കെ നമ്മൾ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ. അത് നമ്മൾ ആ വസ്തുക്കളൊക്കെ വിറ്റ് കടങ്ങളൊക്കെ വീട്ടി. അപ്പം വീണ്ടും ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതിനോട് കുറച്ച് കോഴിയാകാമെന്ന് വിചാരിച്ചു. കോഴിയെ കൃഷി ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ താറാവ്, വിഗോവ എന്ന് പറയുന്ന വിഗോവ താറാവിനെ ഞങ്ങൾ കൃഷി ചെയ്തു. അതിൻ്റെ കൂടെ മുയലിനെ കൃഷി ചെയ്തു. പിന്നെ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ നമ്മൾ തന്നെ അതിനെ ഇഞ്ചക്ഷൻ ചെയ്യുക, ഡെലിവറി എടുക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക. 5 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ അതിനെ ബോട്ടിൽ ഫീഡ് കൊടുക്കുക.
അപ്പം നമ്മൾ ഈ 2 അകടല്ലേ ഉള്ളൂ, നമുക്കിങ്ങനെ 5 കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഫീഡ് അടുത്തടുത്ത കുഞ്ഞുങ്ങളെ കൊടുത്തൊക്കെ വളർത്തി. അങ്ങനെ പിന്നെ പുള്ളിക്കാരന് ഹസ്ബൻഡിന് ഇച്ചിരി ഇൻഫെക്ഷൻ ഡസ്റ്റൊക്കെ അടിച്ച് ഇച്ചിരി ഇതായിപ്പോയി. അങ്ങനെ അതൊക്കെ ഞങ്ങൾ നിർത്തി. വീണ്ടും മീനിലേക്ക് ഇറങ്ങി. മീനും പറമ്പ് മൊത്തം കൃഷി. ഇപ്പം വീണ്ടും എനിക്കതിനകത്തുനിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഒരു കൃഷിക്കകത്തുനിന്ന് നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു നഷ്ടമല്ല വന്നേ, ഒരു 40 ലക്ഷം രൂപയോളം നഷ്ടം വന്ന്. എന്നിട്ടും അതിനകത്തൊന്നും തളർന്നു പോകാതെ വീണ്ടും ഇങ്ങനെ ഒരു കൃഷി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പൊ അതെ കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പം സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും ദൂരേന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്ന ചെടികളൊക്കെ വാങ്ങിക്കാൻ വന്നതിന് ഒരുപാട് നന്ദി. വേഗം ശരി.